സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ്റെ ഓൺലൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ ഇവിടെ കാണാം പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരുന്നു, പ്രയർ ഡോക്യുമെൻ്റ് കൊടുത്തിരുന്നു, എക്സിക്യൂട്ടൻ്റ് ക്ലെയിമൻ്റ് കൊടുത്തു. അങ്ങനെ 4 സെക്ഷൻ നമ്മൾ കംപ്ലീറ്റഡായി. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലെയിമൻറ്റിൻ്റെ അവിടെ നമ്മൾ പേജ് വന്നു, ലാസ്റ്റ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് വരും. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. മുകളിൽ നമുക്കിവിടെ നമ്മുടെ ടോക്കൺ നമ്പർ കാണാം, ഇയർ കാണാം, ബുക്ക് 1 ആണെന്നുള്ളത് കാണാം. രണ്ടാമത്തെ ലൈനിൽ ഷെഡ്യൂൾ 1 സീരിയൽ നമ്പർ 1 എന്ന് കാണാം. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ട്രാൻസ്ഫർ ഓഫ് റവന്യൂ രജിസ്ട്രി ആപ്ലിക്കേഷൻ, അതായത് പോക്കുവരവ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ വേണോ വേണ്ടേ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സെയിൽ ഡീഡ് ആണെങ്കിൽ നമുക്ക് പോക്കുവരവ് ചെയ്യണം, അപ്പോൾ നമ്മൾ എസ് കൊടുക്കും. ലീസൊക്കെ ആണെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല, അപ്പോൾ നോന്ന് കൊടുത്താൽ മതി. അപ്പം ട്രാൻസ്ഫർ ഓഫ് റവന്യൂ നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വില്ലേജ് ഓഫീസിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് റവന്യൂ രജിസ്ട്രി എസ് കൊടുക്കുക. അപ്പോൾ താഴെ നമുക്ക് ഇവിടെ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രിക്റ്റാണ്. പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണല്ലോ നമ്മൾ എൻ്റർ ചെയ്യണത്. അപ്പോൾ പ്രോപ്പർട്ടി ഇരിക്കണതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രോപ്പർട്ടി എറണാകുളത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ഓഫീസ് ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എറണാകുളം കൊടുക്കുന്നു. പിന്നെ താലൂക്ക് കൊടുക്കുക, അതേത് താലൂക്കിലാണ് പ്രോപ്പർട്ടി ഉള്ളതെങ്കിൽ ആ താലൂക്ക് കൊടുക്കുക. പിന്നെ വില്ലേജിൻ്റെ പേര് ഞാൻ കൊടുത്തു. ഇനി വരുന്നത് ലോക്കൽ ബോഡിയാണ്. ഇവിടെ ലോക്കൽ ബോഡി എന്നുള്ളത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, ഏതാണെങ്കിൽ നമ്മൾ കൊടുക്കുക. കോർപ്പറേഷൻ കൊടുക്കുമ്പോൾ എറണാകുളം ആയതുകൊണ്ട് ആകെ ഒരു കോർപ്പറേഷനുള്ളൂ, കൊച്ചി. പിന്നെ ആ സമയം മുനിസിപ്പാലിറ്റിയെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുനിസിപ്പാലിറ്റീസ് കുറേ ഉണ്ട്. ആലുവ, അങ്കമാലി, കളമശ്ശേരി, കൂത്താട്ടുകുളം, പറവൂർ, പെരുമ്പാവൂർ, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, അങ്ങനെ കുറേ മുനിസിപ്പാലിറ്റികളുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ. അതുപോലെ പഞ്ചായത്തും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഞ്ചായത്തിലും കുറേ ഉണ്ട്. അപ്പോൾ കോർപ്പറേഷൻ കൊച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ കോർപ്പറേഷൻ ഞാൻ സെലക്ട് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ റീസർവേ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ റീസർവ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല. വേറെ വല്ല വില്ലേജുകളൊക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ വില്ലേജിലുള്ള റീസർവേ ബ്ലോക്ക് നമ്പർ ഇവിടെ കാണിക്കും. നമുക്ക് അത് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് റീസർവേ നമ്പർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് സബ് ഡിവിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ റീസർവേ ആണെങ്കിൽ ഓൾഡ് സർവേ ഉണ്ടാവും, പഴയ സർവേ നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. ഇനി റീസർവേ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സർവേ നമ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സർവേ നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സർവേ നമ്പറാണുള്ളത്, സർവേ നമ്പർ കൊടുത്തു. എന്നിട്ട് അതിന് സബ് ഡിവിഷൻ ഉണ്ടാവും, ആ സബ് ഡിവിഷൻ കൊടുക്കുക. റീസർവേ ഇല്ലെങ്കിൽ ആ ഓൾഡ് സർവേയുടെ അവിടെയാണ് സർവേ നമ്പർ കൊടുക്കേണ്ടത്. എന്നിട്ട് ഓൾഡ് സർവേ സബ് ഡിവിഷൻ നമ്പർ എന്ന് കൊടുത്തെടുത്ത് സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷനും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ലാൻഡ് ടൈപ്പ് ഉണ്ട്. നമ്മുടെ ലാൻഡ് എന്ത് ടൈപ്പാണെന്നുള്ളത്, നമ്മുടെ പ്രോപ്പർട്ടി ഏത് കാറ്റഗറിയിൽ പെടുന്നുള്ളത്, ലാൻഡ് ടൈപ്പ്, സ്ഥലത്തിൻ്റെത് ഏത് ടൈപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻറ്റ് പ്ലോട്ട് ആണെങ്കിൽ അത് കൊടുക്കുക. കോസ്റ്റൽ ബെൽറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഗാർഡൻ ലാൻഡ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി റെസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് കോർപ്പറേഷൻ റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. NHPWD റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ ഇവിടെ കുറേ സെക്ഷൻസ് ഉണ്ട്. വെറ്റ് ലാൻഡ് ആണെങ്കിൽ വെറ്റ് ലാൻഡ് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതാണെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ടുള്ള വാല്യൂ ആയിരിക്കണം നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ കോർപ്പറേഷൻ റോഡ് ആക്സസ് ആണെന്നാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് കൊടുക്കേണ്ടത് നമ്മുടെ തണ്ടപ്പേർ നമ്പറാണ്. നമ്മുടെ പ്രോപ്പർട്ടി ഏത് തണ്ടപ്പേറിലാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ആ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ പേരിലേക്ക് ആക്കാൻ പോകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ തണ്ടപ്പേർ ഏതാണെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ ആ തണ്ടപ്പേർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇവിടെ ഉള്ളത് നമുക്ക് ടോട്ടൽ പ്രോപ്പർട്ടി ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി എത്രയാണെന്നുള്ളത്. അതായത് ഈ സർവേ നമ്പറിൽ
നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി എത്രയാണെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി എത്രയാണെന്നുള്ളത് ഞാൻ അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സെക്ഷനിൽ പ്രോപ്പർട്ടി ഫോർ ട്രാൻസാക്ഷൻ, നമ്മൾ എത്ര പ്രോപ്പർട്ടി എന്തോരം പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന്, അതായത് വിൽക്കുകയാണെങ്കിൽ വിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി ഫോർ ട്രാൻസാക്ഷൻ ആണ് അടുത്ത സെക്ഷൻ. അവിടെ നമ്മൾ എത്ര പ്രോപ്പർട്ടി എത്രയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് അതാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 80 hours ആകെ 2.75 hours ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യണത്. ഇനി അടുത്തത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ സെയിൽ ഡീഡ് ഫ്ലാറ്റ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിവിടെ കാണിക്കും, ട്രാൻസാക്ഷൻ ടൈപ്പ് സെയിൽ ഡീഡ് ഫ്ലാറ്റ് എന്ന് കാണിക്കും. ഇനി നമുക്ക് അൺഡിവൈഡ് ഷെയർ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. ഇത് ഫ്ലാറ്റാണെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അൺഡിവൈഡ് ഷെയർ ഉണ്ടാവും, മനസ്സിലായി. അപ്പോൾ യെസ് കൊടുത്തിട്ട് അൺഡിവൈഡ് ഷെയർ എത്രയാണെന്നുണ്ടെങ്കിൽ 1/2 ഇതാണ് എൻ്റെ അൺഡിവൈഡ് ഷെയറിങ്ങിൽ അത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അൺഡിവൈഡ് ഷെയറിൽ പല ടൈപ്പ് ഓഫ് അൺഡിവൈഡ് ഷെയറുകൾ കാണും. ഫ്രാക്ഷൻ ആയിട്ടുള്ളത് 1/2, 1000/1 lakh, അങ്ങനെ അൺഡിവൈഡ് ഷെയർ കാണും. അതല്ലാന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുള്ള അൺഡിവൈഡ് ഷെയർ ഉണ്ടാവും. അതായത് 2.50% അൺഡിവൈഡ് ഷെയർ ഇൻ ഈ ലാൻഡ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ 2.50% ഇവിടെ കൊടുക്കാനായിട്ട് നമുക്ക് ഓപ്ഷനില്ല. അപ്പോൾ നമ്മൾ ആ 2.50 എന്നുള്ളത് ഫ്രാക്ഷനിലേക്ക് ആക്കണം. ഞാനിവിടെ എഴുതുമ്പോൾ 250/10,000 ഇങ്ങനെയാണ് ഞാൻ 2.50% ഞാൻ എഴുതാൻ പോണത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.50 ആണല്ലോ, അപ്പോൾ 250 എന്ന് ഞാൻ എഴുതും. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100 ആണ്, /100 ആണ്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ 100 ഇട്ടു. അത് കഴിഞ്ഞിട്ട് പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് 2.50 ആണ്. ആ പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് 2 ഡിജിറ്റും കൂടിയും ചേർക്കണം. അപ്പോൾ 2 0 കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ഫ്രാക്ഷനായി, മനസ്സിലായ. 2.50 / 10,000 അതാണ് 2.50% ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഓക്കെ. ഇനി അടുത്തത് ലാൻഡ് വാല്യൂ ആണ്. ലാൻഡ് വാല്യൂ ഞാൻ ഈ ഇതിൻ്റെ ആ ഡോക്യുമെൻറ്റിൽ ലാൻഡിന് എത്ര വിലയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിമാർക്ക് പോലെ 2.50% നമ്മൾ 250/10,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഇവിടെ 2.50% സിമ്പിൾ ഇടാൻ പറ്റില്ല, ഇതിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ 2.50% ഇൻ 2.75 hours ഇങ്ങനെ എഴുതുക. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കൊടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് ഫെയർ വാല്യൂ ആണ്. ആദ്യം നമുക്ക് ബൗണ്ടറി കൊടുക്കുക, നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറീസ്. അപ്പോൾ ഈസ്റ്റിൽ എന്താണെങ്കിൽ അത് കൊടുക്കുക, നോർത്തിൽ എന്താണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആധാരത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവും, അത് അനുസരിച്ച് ആധാരം നോക്കിയിട്ട് നമ്മൾ കൊടുക്കുക. വെസ്റ്റിലും കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫെയർ വാല്യൂ കൊടുക്കുക. ഇത് ഞാൻ ആദ്യം കൊടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫെയർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈറ്റിൽ ഒരു ഇതുണ്ട്, നമുക്ക് ബൗണ്ടറീസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ബൗണ്ടറീസ് കൊടുത്തിട്ട് ഈ ഫെയർ വാല്യൂ കൊടുക്കുക, മനസ്സിലായോ. അപ്പോൾ ഫെയർ വാല്യൂ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട്, igr.kerala.gov.in എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നോക്കിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്ത് വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഞാൻ കോർപ്പറേഷൻ റോഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻ റോഡിന് എന്ത് വാല്യൂ ഉണ്ട് എന്നുള്ളതെന്നുണ്ടെങ്കിൽ ആ വില നമ്മൾ ഇവിടെ എഴുതണം, മനസ്സിലായ. അപ്പോൾ ആ സർവേ നമ്പറിൽ, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സർവേ നമ്പറിൽ ഫെയർ വാല്യൂ ഇത്രയാണെന്നുള്ളത് എഴുതണം, മനസ്സിലായ. ഫെയർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫെയർ വാല്യൂ കാണാനായിട്ടുള്ള സൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫെയർ വാല്യൂ കാണാനായിട്ട് സാധിക്കും. ഫെയർ വാല്യൂ കൊടുക്കുക. അപ്പോൾ എല്ലാം കൊടുത്തു. ഇനി താഴെ ഇവിടെ ഉള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് ഉണ്ട്, ലീസ്ഡ് പ്രോപ്പർട്ടി എന്നുണ്ട്, വെല്ലുണ്ട്. അപ്പോൾ ആദ്യം ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലാൻഡിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അവിടെ ബിൽഡിംഗ് ഉണ്ട് എന്ന് കാണിക്കുക. ഇപ്പോൾ സാധാ സെയിൽ ഡീഡാണ്, ലാൻഡ് മാത്രമേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോ തന്നെ കൊടുത്താൽ മതി. ആ നോ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് കൊടുക്കുന്നത്. ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്താൽ മതി, മനസ്സിലായോ. അതാണ് ബിൽഡിംഗ്. ഇവിടെ യെസ് ആണോ നോ ആണോ എന്ന് കൊടുക്കാൻ പറയണത്. അപ്പോൾ യെസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ അടുത്ത പേജിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് വരും. ഇനി നോ എടുക്കുകയാണെങ്കിൽ അത് വരില്ല, മനസ്സിലായോ. യെസ് കൊടുത്താൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത് വരും. ഇനി ഇപ്പുറത്തുള്ളത് ലീസ്ഡ് പ്രോപ്പർട്ടി ആണോ എന്ന്, അതായത് നമ്മൾ ഇത് സാധാ സെയിൽ ഡീഡ് വരില്ല, ലീസ് ഡീഡ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. ലീസ് ഡീഡ് ആണെങ്കിൽ നമ്മൾ എസ് കൊടുക്കണം. എസ് കൊടുത്തു കഴിയുമ്പോൾ വേറൊരു ഇത് വരും,
പീരീഡ് ഇൻ മന്ത്സ്, നമ്മൾ എത്ര കാലത്തേക്കാണ് എത്ര മന്തിനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് അഡ്വാൻസ് എമൗണ്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വെല്ലുണ്ടെങ്കിൽ കിണറുണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ ഡിഫോൾട്ടായിട്ട് നോ ആയിരിക്കും കിടക്കുന്നത്. ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ ലീസ്ഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീസ് ഡീഡിൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ലീസ് ഡീഡ് എസ് കൊടുത്ത്, ലീസ് ഡീഡാണ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് കൊടുത്തിട്ട് ആ പീരീഡ് ഇൻ മന്ത്സ് എത്ര മന്ത്സിനാണ് കൊടുക്കുന്നത്, അഡ്വാൻസ് എമൗണ്ട് സെക്യൂരിറ്റി എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ നോ കൊടുക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിന് അവിടെ കൊടുക്കുന്നത്. പ്രോപ്പർട്ടി ഡിസ്ട്രിക്റ്റും രജിസ്റ്റർ ഓഫീസും താലൂക്കും വില്ലേജും ലോക്കൽ ബോഡി കൊടുക്കുക, അതിൻ്റെ സർവേ നമ്പർ കൊടുക്കുക, തണ്ടപ്പേർ കൊടുക്കുക, എത്ര പ്രോപ്പർട്ടി നമ്മൾ ഹാൻഡിലുണ്ട്, എത്ര പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് അത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇൻ ഹാൻഡ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യണ ആ എക്സ്റ്റെൻറ്റ് തന്നെ അവിടെ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിമാർക്സിൽ അവിടെ നമ്മുടെ പ്രോപ്പർട്ടി ഒരു നോട്ടായിട്ട് എഴുതുക, ബൗണ്ടറി കൊടുക്കുക, ഫെയർ വാല്യൂ കൊടുക്കുക, ബിൽഡിംഗ് ഉണ്ടെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ കാണിക്കും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ സേവ്ഡായി. കണ്ട, ഒരു സർവേ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കൂടുതൽ സർവേ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. 3 ഷെഡ്യൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 2 എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ 2 എന്ന് ഇവിടെ വരും. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഷെഡ്യൂളിലെ കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ തന്നെ കുറേ സർവേ നമ്പർ ഉണ്ടെങ്കിൽ 1 കൊടുത്തിട്ട് ആദ്യത്തെ ഷെഡ്യൂളിൽ കുറേ സർവേ നമ്പർ, ഇപ്പോൾ ആദ്യം ഒരെണ്ണം ഞാൻ കൊടുത്തു, ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താ 2 എന്നാണ് കാണിക്കുന്നത്. 1 ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞു, ഇവിടെ കൊടുത്തു, ഇനി അടുത്ത് കൊടുക്കണമെങ്കിൽ 2 എന്ന് കാണിക്കും. അങ്ങനെ ഒരു ഷെഡ്യൂളിൽ തന്നെ 3-4 സർവേ നമ്പർ ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊടുത്തുകൊണ്ട് പോയാൽ മതി. ആ സീരിയൽ നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ട് വരും. അത് കഴിഞ്ഞിട്ട് വേറൊരു ഷെഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെഡ്യൂളിൻ്റെ അവിടെ ഈ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഡിലീറ്റ് ചെയ്തിട്ട് 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ സീരിയൽ നമ്പർ 1 ആയി. 2-ൽ 1. 2-ലും കുറേ സർവേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊടുക്കുമ്പോൾ 21, 22 അങ്ങനെ സീരിയൽ നമ്പേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കാനുള്ള ഓപ്ഷൻസ്. ഇനി ഉള്ളത് അടുത്തത് നമ്മൾ ബിൽഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് നമ്മൾ പ്രോപ്പർട്ടിയൊക്കെ കൊടുത്ത ശേഷം എല്ലാം സർവേ നമ്പർ, ചിലപ്പോൾ ചില ഫ്ലാറ്റിൻ്റെയൊക്കെ സർവേ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ 10-20 എണ്ണമൊക്കെ ഉണ്ട്, 20 എണ്ണമൊക്കെ ഉണ്ടാവാം. അപ്പം അതെല്ലാം കൊടുക്കണം നമ്മൾ. എല്ലാം കൊടുത്തിട്ട് റീസർവേ ആണെങ്കിൽ അതിൻ്റെ ഓൾഡ് ചിലപ്പോൾ ഒരു റീസർവേ ഉണ്ടാവുള്ളൂ, 5-6 ഓൾഡ് സർവേ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ റീസർവേയുടെ അവിടെ കൊടുക്കാതെ ഓൾഡ് സർവേ മാത്രം കൊടുത്തിട്ട് സേവ് ചെയ്ത് പോയാൽ മതി. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. ഡിസ്ട്രിക്റ്റ് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഓൾഡ് സർവേയും അവിടെ ഓൾഡ് സർവേ മാത്രം കൊടുത്ത് എക്സ്റ്റെൻറ്റ് 0 കൊടുത്തിട്ട് അങ്ങോട്ട് സേവ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ മുകളിൽ ബിൽഡിംഗ് എന്നും കൂടി വരും. അവിടെ ബിൽഡിങ്ങിൻ്റെ അവിടെ ഷെഡ്യൂൾ നമ്പർ 1-ലാണ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ 1 സെലക്ട് ചെയ്യുക, സീരിയൽ നമ്പർ 1 സെലക്ട് ചെയ്യുക. ബിൽഡിംഗ് ടൈപ്പ് ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് കൊടുക്കുക, അത് ഫ്ലാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുത്താൽ മതി. ഇനി ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് അവരുടെ ഡോർ നമ്പറാണ്. ആ ഡോർ നമ്പർ ബിൽഡിംഗ് നമ്പർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് വാർഡ് നമ്പർ ഇപ്പുറത്ത് കൊടുക്കുക. എന്നിട്ട് അത് ലോക്കൽ ബോഡി ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ കൊടുക്കുക. ഇനി ബിൽഡിങ്ങിന് എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക, ഇല്ലെങ്കിൽ വിട്ടാലും മതി. ഇനി ഡൈമെൻഷൻ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. സ്ക്വയർ ഫീറ്റോ സ്ക്വയർ മീറ്ററോ എന്തെങ്കിലും കൊടുക്കാം. ഇവിടെ രണ്ടും ഉണ്ട്, സ്ക്വയർ മീറ്റർ ഉണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്. നമ്മൾ കൊടുത്തിട്ട് ഏതാണ് നമ്മൾ കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. 1200 സ്ക്വയർ ഫീറ്റ്. ഇനി നേച്ചർ ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ആണോ കമേഴ്ഷ്യൽ ആണോ എന്നാണ്. റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യൽ ക്ലിക്ക് ചെയ്യുക, കമേഴ്ഷ്യൽ ആണെങ്കിൽ കമേഴ്ഷ്യൽ ക്ലിക്ക് ചെയ്യുക. ഇനി റൂഫ് ടൈപ്പ്, ബിൽഡിങ്ങിൻ്റെ റൂഫ് എങ്ങനത്തെ ടൈപ്പ്, ടെറസ് ആണോ, ടൈൽഡ് ആണോ, ഷീറ്റ് ഇട്ടതാണോ, ആസ്പെറ്റോസ് ആണോ, ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക. ടെറസ് ആണെങ്കിൽ ടെറസ് ക്ലിക്ക് ചെയ്യുക. ബിൽഡിംഗ് ടാക്സ്, നമ്മുടെ ബിൽഡിങ്ങിന് ഒരു ടാക്സ് അടച്ചിട്ടുണ്ടാവും. ആ ടാക്സ് എത്ര എമൗണ്ട് ആണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുക. അത് നമ്മൾ ആധാരത്തിൽ നോട്ട് ചെയ്യണതാണ്, അതുകൂടെ കൊടുക്കുക. ഇനി ബിൽഡ് ഇയർ, ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത വർഷം അത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു 11ാം നിലയിൽ ഒരു ഫ്ലാറ്റാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ 11, ആ ഫ്ലോറിൻ്റെ നമ്പർ പറയാം. ഇനിയിപ്പോൾ
അപ്പോൾ ഒരു സിംഗിൾ വീടാണെന്നുണ്ടെങ്കിൽ 0 കൊടുത്താൽ മതി. എന്നിട്ട് റിമാർക്കിലൂടെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് എഴുതിയാൽ മതി. ഇവിടെ നമ്പറുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ 1 കൊടുക്കുക. എന്നിട്ട് ഇവിടെ വാല്യൂ കൊടുക്കുക. ഇതിന് വാല്യൂ എത്രയാണ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. റിമാർക്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഫ്ലോർ ആണോ സെക്കൻഡ് ഫ്ലോർ ആണോ. ഇവിടെ നമ്മൾ ഡോർ നമ്പർ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പാർട്ട്മെൻറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിന് ഒരു നമ്പർ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് റിമാർക്സിൽ അപ്പാർട്ട്മെൻറ്റ് നമ്പർ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സേവ് കൊടുക്കുക. അപ്പോൾ അവിടെ തന്നെ വരും. ഒന്നിക്കുള്ളിൽ ബിൽഡിങ്ങുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ കണ്ടത് പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കൊടുക്കണതാണ്. പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ആ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.